ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പിമ്പിൾസ് അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു 2 ഡേയ്സ് മാത്രം ഞാൻ ഈ സെറം യൂസ് ചെയ്യുള്ളൂ. ഡൗൺ സൈഡിലോട്ടാണ് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻസ്റ്റന്റ് ഗ്ലോ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലഗേജ്. സോ ടുഡേ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവലും ആൻഡ് അതിന് ശേഷം ഞാൻ ചെയ്യുന്ന ആഫ്റ്റർ കെയറിൻ്റെ ഒരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. സോ ഞാൻ ബേസിക്കലി ഒരു ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ സ്കിന്ന് നല്ല റെഡ് ആവും ആൻഡ് നെക്സ്റ്റ് ഡേ ബ്ലെമിഷസ് പിമ്പിൾസ് ഒക്കെ വരും. അപ്പോൾ ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡും സ്റ്റെപ്സും ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ പിമ്പിൾസും ബ്ലെമിഷസ് ഒന്നും വരുന്നില്ല. സോ ഐ തോട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഡ്രൈ സ്കിൻ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. സോ വീഡിയോയിലോട്ട് കിടക്കാം. ആൻഡ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും വേണം. വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ബേസിക്കലി ഇങ്ങനത്തെ നോർമൽ റേസർ വെച്ചിട്ട് തന്നെയാണ് ഫേസ് ഷേവ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ കെയർ ആണ്. അപ്പോൾ ആ ആഫ്റ്റർ കെയർ പ്രോപ്പർ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ അതൊന്നും പ്രോപ്പർ അല്ലെങ്കിലാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇറിറ്റേഷൻ പിമ്പിൾസ് ഒക്കെ വരുന്നത്. സോ ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സാധാ നോർമൽ ആയിട്ടുള്ള ഒരു റേസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഓരോ തവണ ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ഫ്രഷ് വണ്ണം എടുക്കും. ഇപ്പം എടുത്തത് പിന്നെ ഞാൻ റീയൂസ് ചെയ്യില്ല, ഞാൻ ത്രോ ഔട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ റീയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 times ഒക്കെ മാക്സിമം ചെയ്താൽ മതി. സോ ഞാനിങ്ങനെ സിംഗിൾ ടൈം ആയിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡ്രൈ ഷേവ് ചെയ്യരുത്. എപ്പോഴും ഫേസിൽ ഇങ്ങനെ ജെല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലാണ്. ചിലവർ ഓയിൽ പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫേസ് ഷേവിങ് ക്രീംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സാധനം യൂസ് ചെയ്തതിന് ശേഷം വേണം ഷേവ് ചെയ്യാൻ. ഒരിക്കലും ഡ്രൈ ഷേവ് ചെയ്യരുത്. സോ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ ഒരു അലോവേറ ജെൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഏത് ഇഷ്ടമുള്ള അലോവേറ ജെൽ എടുത്തോളൂ. മേക്ക് ഷുവർ ഒരു 99% എങ്കിലും പ്യുവർ അലോവേറ എന്ന് എഴുതിയ ഒരു ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ അങ്ങനത്തെ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. സോ ഇപ്പോൾ ഞാൻ ഹെയർ റിമൂവൽ ചെയ്യാൻ പോവാണ്. ഇപ്പം എൻ്റെ ഫേസ് അത്ര ക്ലീൻ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ വാഷ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഫേസ്. അതല്ലാതെ ഇപ്പം ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് നമ്മളിത് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ എപ്പോഴും ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലോട്ടാണ് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് അപ്വേർഡ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യരുത്. ഓപ്പോസിറ്റ് പാറ്റേണിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ചെയ്യുമ്പോൾ അത് അവിടെ ഫ്രിക്ഷൻ പോലെ സംഭവിച്ച് നമുക്ക് പിന്നെ പിമ്പിൾസ് അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഐബ്രോസിൻ്റെ അവിടെ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഐബ്രോസ് കട്ടായി പോകരുത്. ആൻഡ് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ നമ്മളൊരു ആംഗിളിൽ വെച്ചിട്ട് വേണം, ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തു പിന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട്സ് വീഴാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ബട്ട് ഒരു ബിഗിനർ ആണ് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല, പേടിയാണ്, ഹെയർ ഓവർ വരുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ കട്ട്സ് വീഴാതിരിക്കാൻ നിങ്ങൾ പെർട്ടിക്കുലർലി ഒരു ആംഗിൾ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ ഞാനിപ്പം അലോവേറ ജെല്ല് തേച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ സൈഡാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം തന്നെ ഫുൾ ഫേസും അപ്ലൈ ചെയ്യില്ല. ഞാനിപ്പോൾ ഈ സൈഡാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം അവിടെ ഞാൻ ഫുൾ തേച്ച് ആ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് സൈഡിലോട്ട് അലോവേറ ജെല്ല് തേക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീമൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പം നമ്മൾ ഫുൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞാൻ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ റൈറ്റ് സൈഡിൽ എത്തുമ്പോഴേക്കും ഈ ഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവും. സോ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് ക്രീം തേച്ച് പോയാൽ മതി. സോ ഞാൻ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്യുന്നുണ്ട്. Now
അത്യാവശ്യം ഒരു കുറച്ച് ഹെയർ എനിക്കിപ്പോൾ ഉണ്ട്. ഞാനൊരു 25 ഡേയ്സ് ആയി ഇപ്പോൾ ഫേസ്. നിങ്ങൾക്കിപ്പോൾ കാണാം. ഇപ്പം ഞാൻ ചെയ്ത പോലത്തെ ഒരു പാറ്റേൺ അങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ട്സ് വീഴില്ല. ഞാൻ പറഞ്ഞു ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ ആ പാറ്റേണിൽ വേണം ചെയ്യാൻ. സോ എൻ്റെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചെയ്തത്, ഇവിടെ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഐബ്രോസിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഐബ്രോസ് കട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആൻഡ് വീട്ടിൽ തന്നെ ത്രെഡ് ചെയ്യല്ല, വീട്ടിൽ തന്നെയാണ് നിങ്ങൾ ഐബ്രോസും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഐബ്രോസും ചെയ്തു പോയാൽ മതി. സോ ഇവിടെ ഞാൻ നെറ്റിയിൽ ഇതേപോലെ ഞാൻ താഴോട്ടേക്കാണ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എത്തുമ്പോൾ ഒരു സ്ലോ ഡൗൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ആണ്, അപ്പോൾ ഞാനിനി ഇവിടെ വീണ്ടും അലോവേറ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് ബേസിക്കലി നമ്മൾ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യണ്ടേ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത് സ്കിന്നിലോട്ട് നല്ല പോലെ സ്കിൻ ബാരിയറിലോട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്താൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആൻഡ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നല്ല ഫ്ലോലെസ് നാച്ചുറൽ മേക്കപ്പ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസും കൂടെ വരും. അപ്പോൾ ഇതൊരു തരം എക്സ്ഫോളിയേഷനും കൂടിയിട്ടാണ്. അപ്പം മന്ത്ലി വൺസ് ഓർ ട്വൈസ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണ്. ഡെഡ് സെൽസ് ഒക്കെ പോയി നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഒരു ഗ്ലോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും ഫേസിന്, ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട്. സോ ട്രൈ ചെയ്ത് നോക്കൂ. സോ ഇപ്പം ഞാൻ ഒരുവിധം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബാക്കിയുള്ള ഭാഗം കൂടെ ചെയ്യട്ടെ. സോ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഫേസ് ആദ്യം ക്ലെൻസ് ചെയ്തതിന് ശേഷം ഹെയർ റിമൂവ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഒരു കോൾഡ് വാട്ടറിൽ ഫേസ് കഴുകിയാൽ മതിയെന്ന്. അത് ചിലവർക്കൊക്കെ ഓക്കെ ആയിരിക്കും, ബട്ട് സെൻസിറ്റീവ് സ്കിന്ന് അല്ലെങ്കിൽ ഒരു ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് അത് അടിപൊളിയായി ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ യൂസ് ചെയ്ത അലോവേറ ജെൽ അല്ലെങ്കിൽ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആയത് അത് കുറച്ചൊക്കെ ഓൾറെഡി നമ്മുടെ പോർസും കാര്യങ്ങളൊക്കെ കയറിയിരുന്നു കുറച്ചൊരു അൺക്ലീൻ എന്നൊരു ഇതായിട്ടുണ്ടാവും നമ്മുടെ സ്കിന്നിപ്പോൾ. സോ എന്തായാലും ക്ലെൻസ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ ക്ലെൻസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്ലെമിഷ് കൺട്രോൾ, സെറാവിയുടെ ബ്ലെമിഷ് കൺട്രോൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ആൻഡ് ഇതിൽ അൺക്ലോഗ് പോർസ്, റിമൂവ്സ് ബ്ലെമിഷസ്, പിന്നെ എന്താ പറയുക സ്കിൻ ബാരിയറിനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പാണ് ഇത് സെറാവി ബ്ലെമിഷ് കൺട്രോൾ. ഓക്കെ, സോ ഇതാണ് ഈ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒരുവിധം ഫസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലെമിഷ്നെസ് അല്ലെങ്കിൽ റെഡ്നെസ് വരാനുള്ള സാധ്യത ഒരുവിധമൊക്കെ തടയും. സോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ ഒക്കെ പോയി അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കൊരു സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും. ഹെയർ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്ത് ഇപ്പം തന്നെ നമുക്ക് ഫേസ് തുടങ്ങുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിരിക്കും. ആൻഡ് ഇനി ആണ് ആഫ്റ്റർ കെയർ. സോ ഞാൻ മെയിൻലി ഞാൻ പറഞ്ഞിരുന്നു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ആഫ്റ്റർ കെയർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പം തന്നെ നമുക്ക് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊന്നും വരില്ല. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമാറോ ആയിരിക്കും നമുക്കത് സ്റ്റാർട്ട് ചെയ്യുക. സോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഓർഡിനറി എന്നുള്ള ബ്രാൻഡിൻ്റെ നിയാസിനമൈഡ് പ്ലസ് സിങ്ക് സെറാണ്. ആൻഡ് ഇത് ബ്ലെമിഷ് കൺട്രോൾ ആണ്. സോ ഈ സെറം ഞാൻ ഈ ഒരു ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് ഫേസ്
ഹെയർ റിമൂവൽ ചെയ്യുന്ന ആ ഒരു 2 days മാത്രമേ ഞാൻ ഈ സെറം യൂസ് ചെയ്യുള്ളൂ. അതല്ലാത്ത സമയം ഞാൻ യൂസ് ചെയ്യുന്ന സെറം വേറെയാണ്. ഞാൻ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതും സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ പോലെയാണ് ഞാൻ ചെയ്തത്. സോ അതിലുണ്ട്. ആൻഡ് ഇത് ഞാൻ ഇപ്പോൾ ഈ ഹെയർ റിമൂവൽ ചെയ്ത ഉടനെ ആൻഡ് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുന്ന ഒരു സെറാണ്. സോ അത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് തീരാറായി, എനിക്ക് വേറെ വാങ്ങിക്കാം. ഒരുവിധം ബ്ലെമിഷസിനെ കൺട്രോൾ ചെയ്യാൻ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിനി ഫർദർ റെഡ്നെസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നിയാസിനമൈഡ്. സോ സെറം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 minutes വെയിറ്റ് ചെയ്യട്ടെ. അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ്. സിമ്പിൾ റിപ്ലനിഷ് റിച്ച് മോയ്സ്ചറൈസർ. ആൻഡ് ഇത് ഞാൻ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഇതോ അല്ലെങ്കിൽ സെറാവിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുക. സോ ഞാൻ ഇവിടുത്തെ വിൻ്ററിലൊക്കെ ആയിരിക്കും സെറാവി യൂസ് ചെയ്യാറ്. ആൻഡ് ഇത് കുറച്ചും കൂടെ ഒരു സിമ്പിൾ ആണ്. ആൻഡ് ദിസ് ഇസ് സിമ്പിൾ തിങ്. ഒരു സിമ്പിൾ മോയ്സ്ചറൈസറാണ്, ശരിക്കും സിമ്പിൾ. സോ അപ്പോൾ ഞാൻ ഇതാണ് ഡെയിലി വെയർ പോലെ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതിട്ട് കൊടുക്കാം. സെറം ഉണങ്ങുന്നേ ഉള്ളൂ. ഒരു 2 minutes കൂടെ വെയിറ്റ് ചെയ്യട്ടെ. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഇപ്പം തന്നെ നല്ലൊരു ഗ്ലോ ആയി ഫേസിൽ. നിങ്ങൾക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട്, ഒരു മാരേജ് ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് ആയിക്കോട്ടെ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഒരു ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ലെങ്കിൽ തലേന്ന് ചെയ്യാൻ ഞാൻ പറയില്ല, ഒരു 2 days ഗ്യാപ്പിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിന് അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഫങ്ഷൻ്റെ അന്ന്. സോ ഒന്ന് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കിക്കോളൂ ധൈര്യമായിട്ട്. ആൻഡ് ഞാനിനി അടുത്തൊരു 2 minutes വെയിറ്റ് ചെയ്യട്ടെ. നൗ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇസ് സ്നെയിൽ മ്യൂസിൻ. സോ ഈ സ്നെയിൽ മ്യൂസിനും കൂടെ ആകുമ്പോൾ നല്ല ഹൈഡ്രേഷൻ ആവും. ഭയങ്കര നമുക്ക് അത്യാവശ്യം സ്കിന്നിന് വേണ്ട നല്ല ഹൈഡ്രേഷൻ കിട്ടും. സോ തൽക്കാലം ഇത്ര മതി. അതിനുശേഷം ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതിപ്പോൾ ചെയ്യാനുള്ള സ്റ്റെപ്പല്ല. സോ ഇപ്പോൾ ഞാൻ സ്നെയിൽ മ്യൂസിൻ ഇട്ട് കൊടുക്കട്ടെ. നല്ല ഗ്ലോ വരുന്നുണ്ട് ഫേസിൽ. ഈ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതെല്ലാവർക്കും അറിയണ്ടാവും, കോസ്റക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. സോ ഇപ്പം നല്ല പോലെ ഹൈഡ്രേറ്റഡ് ആയി സ്കിന്ന്, കണ്ടറിയുണ്ടാവും. സോ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ആഫ്റ്റർ കെയർ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു 3-4 hours കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം ഈ ഷേവിങ് ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്ത ദിവസം നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു തരത്തിലും മേക്കപ്പും കാര്യങ്ങളും യൂസ് ചെയ്യരുത്. സോ ഒരു ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ ഈ ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. പിന്നെ ഈവനിങ് എവിടെയും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഈ സ്കിൻ കെയർ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 3-4 hours ആകുമ്പോഴേക്കും നൈറ്റ് ടൈം ആവും, കിടക്കാനുള്ള സമയമാവും.
അപ്പോൾ ആ സമയത്ത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് ആവുന്ന ഒരു ഷീറ്റ് മാസ്ക്, അത് ഏതോ ആയിക്കോട്ടെ, ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ, നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് തരുന്ന ഒരു അലോവേറ ജെല്ലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ഒക്കെ ഹൈഡ്രേറ്റിംഗ് മാസ്ക് പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതാ, അല്ലെങ്കിൽ കുക്കുംബർ, ഇതിൻ്റെയൊക്കെ ഹൈഡ്രേറ്റിംഗ് മാസ്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ, നല്ലൊരു ബ്രാൻഡിൻ്റെ എടുക്കുക. എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് കീപ്പ് ചെയ്യുക. എന്നിട്ട് അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വരെ ആ ഒരു ഹൈഡ്രേഷൻ അത് അങ്ങനെ കീപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യേ, എക്സ്ട്രാ എൻ്റെ മുകളിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്കിന്ന് നല്ല പ്ലംബി ആയിട്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞ, ഒരു ഫങ്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് തന്നെ ഇങ്ങനെ ഹെയർ റിമൂവലൊക്കെ ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ഷീറ്റ് മാസ്കും കൂടെ അപ്ലൈ ചെയ്ത് കിടന്ന് നെക്സ്റ്റ് ഡേ നല്ല അടിപൊളി ഗ്ലോ ആയിട്ടിരിക്കും ഫേസ്. സോ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് ഇത് എനിക്കിപ്പോൾ ചെയ്യാനുള്ളതല്ല. ഒരു 4 hours ശേഷം ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. സോ അത്രയാണ് ആഫ്റ്റർ കെയറിൽ വരുന്നത്. സോ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്, എക്സ്പെഷ്യലി ഫോർ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ പീപ്പിൾ. സോ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഈ വീഡിയോയിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you guys. Bye. Bye from Life and Luggage.